عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. വേദിയുടെ അധ്യക്ഷൻ, ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ ഗുരുവര്യന്മാർ, പ്രിയങ്കരായ സാമാജികർ, അതിലേറെ ഈ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, സതീർത്ഥ്യർ, വളരെ പ്രാധാന്യപൂർവം ഞാനിവിടെ പ്രസംഗം അനുഭവിക്കുകയായിരുന്നു. പ്രിയങ്കനായ സുഹൃത്ത് ഓണംപള്ളിയുടെ മുഹമ്മദ് ഫൈസിയുടെ ആ പ്രസംഗത്തിനിടയിൽ ഞാൻ ഒരുപാട് സമയം മൗനത്തിലായി എന്നതും കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തമാശയിൽ വേദിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇവരൊക്കെ പ്രസംഗിക്കും കുറച്ചു നേരമെന്ന്. എന്നാൽ ഒരുങ്ങി വന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം എനിക്കൊരു തൗഫീഖായി എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജാമ്യയിൽ വന്നതും പഠിച്ചതും ഇപ്പോൾ കയറി നിൽക്കുന്നതും ജാമ്യയുടെ വികാസ പരിണാമങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖാണ്. സത്യത്തിൽ ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് ശേഷം പ്രകൃതിയുടെ സംരക്ഷണം എന്നൊരു വിഷയം ഇത്ര തൗഫീഖുണ്ടാക്കും എന്ന് ഞാൻ കരുതിയില്ല. അതാകട്ടെ അദ്ദേഹത്തിന്റെ പ്രസംഗാനന്തരം എന്റെ വിഷയം വരികയും തുടർന്ന് സുഹൃത്ത് മുസ്തഫ ഫൈസിയുടെ വിഷയം വരികയും ചെയ്യുമ്പോൾ അതിലുമുണ്ട് ഞാൻ തൗഫീഖ് കാണുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അദ്ദേഹം ആരംഭിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നതിൽ നിന്നാണ്. ഞാൻ ആരംഭിക്കാൻ തുനിയുന്നത് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നിടത്തു നിന്ന്. ഒന്ന് ഉപരിതലത്തിലെ വായനയാണെങ്കിൽ രണ്ടാമത്തേത് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിയ വായനയാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് അല്ലാഹു അവതരിപ്പിക്കുന്നത് അറിയാത്തതും പഠിപ്പിച്ചു തരുന്ന തമ്പുരാനെ ആലോചിക്കാനാണ്. നേരത്തെ അറിഞ്ഞ് അള്ളാഹുവിലേക്ക് എത്തുകയാണ്. ഒരു ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അക്ഷരങ്ങളുടെ ആത്മാവ് തേടി ഇറങ്ങി പുറപ്പെട്ടയാളാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് നിരക്ഷരനായ ഒരാൾ അള്ളാഹുവിനെ അറിയാൻ ബാഗ്ദാദിലെത്തിയിരുന്നു, ഷെയ്ഖ് ജീലാനി തങ്ങൾ. ഒന്ന് അലക്കിൽ നിന്ന് ഖലഖിലൂടെയുള്ള മഹാപഠനത്തിന്റെ വായനയാണ്, മറ്റൊന്ന് അള്ളാഹു മാന്യനാണ് എന്ന ബോധത്തിൽ അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന തലത്തിലേക്കുള്ള വായനയാണ്. ഒന്ന് ശാസ്ത്ര സാങ്കേതിക പഠനങ്ങളാണ്, മറ്റൊന്ന് മൗനം തന്നെ പഠനമായി തീരുന്ന മഹാ അവസ്ഥയാണ്. ഒന്നുകൂടി ഇനി പറഞ്ഞാൽ, താൻ പഠിപ്പിച്ചതെല്ലാം ഒന്ന് ചുരുക്കി കൊണ്ടുവരാൻ ഗുരു പറഞ്ഞുവത്രേ. ശിഷ്യൻ ചുരുക്കി എഴുതി കൊണ്ടുവന്നപ്പോൾ ഗുരു ഒന്നുകൂടി മുഖത്തേക്ക് നോക്കി അല്പനേരത്തെ മൗനത്തിന് ശേഷം ചോദിച്ചു, ഇതൊന്നുകൂടി ചുരുക്കിക്കൂടെയും? ശിഷ്യൻ അതൊന്നുകൂടി ചുരുക്കി ഗുരുമുഖത്തേക്ക് വന്നു. വീണ്ടും ഗുരുവിന്റെ ചോദ്യം, ഇതൊന്നുകൂടി ചുരുക്കിക്കൂടെയെന്ന്. അപ്പോൾ തെളിഞ്ഞ പുസ്തകവുമായി വന്നു ദ ബുക്ക് ഓഫ് സൂഫി. ദ ബുക്ക് ഓഫ് സൂഫി എന്നറിയപ്പെടുന്നത് ഒന്നുമില്ലാത്ത പുസ്തകമാണ്. ഇഖ്റ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തപ്പോ മാ അന ബിഖാരിയിൻ, 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് തറ പറ എന്ന് അധ്യാപകൻ ചൊല്ലിക്കൊടുത്താൽ ഒന്നും അറിയാത്ത കുട്ടി ഏറ്റു ചെല്ലാറുണ്ട് തറ പറ എന്ന്. 40 വയസ്സുകാരനോട് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ മാ അന ബിഖാരിയിൻ എന്ന് പറഞ്ഞ ഡിലീറ്റ് ചെയ്യപ്പെട്ട ശിഷ്യൻ. ബി.എൻ. ദാസാണ് കേരളത്തിൽ. ഞാനൊരു സന്യാസിയും ഒരു ഋഷീശ്വരനും സ്കൂളിൽ പോയതായി അറിയില്ല. നശിച്ച സ്കൂൾ എന്ന് ഭൂമി മലയാളത്തിൽ ഒരു പുസ്തകത്തിന്റെ പേരാണ്. സ്കൂളുകളിൽ പോകാതെ തന്നെ ചിലതറിയാൻ കഴിയുമെന്ന ആത്മബോധത്തിന്റെ രൂപം. യഥാർത്ഥത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന പ്രാപഞ്ചിക വായനയിൽ നിന്ന് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആധ്യാത്മിക വായനയിലേക്കുള്ള വിഷയമാണ് പ്രകൃതി മനുഷ്യന്റെ അല്ലെങ്കിൽ മുസ്ലിമിന്റെ നിലപാട് എന്നത്. ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇത്രമേൽ ഈ വിഷയത്തിന് പാരസ്പര്യമുണ്ടായതിൽ തൗഫീഖ് വന്നത്. മുസ്ലിമിന്റെ നിലപാട് കേവലം നിലപാട് അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ നിർത്തുകയും ചെയ്യും എന്ന് കൂട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ രണ്ടാമത്തെ ഇഖ്റയിനെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഇടുന്നത്.
ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൂറത്തുൽ ഹദീദിന്റെ 25-ാമത്തെ വചനം, വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ് വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅ്സുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്. വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, അല്ലാഹു നബിമാരെ നിയോഗിച്ചത് പ്രമാണങ്ങളുമായിട്ടാണ്. വഅൻസൽനാ മഅഹുൽ കിതാബ്, അവരോടൊപ്പം പുസ്തകമുണ്ടായിരുന്നു. പുസ്തകമുള്ള നബി 4 എണ്ണമാണ്. 100 ഏടും 4 കിതാബുമാണ് നമ്മൾ കണ്ടത്. 100 ഏട് ലഭിച്ചത് മറ്റു 4 നബിമാർക്കാണ്. 4 പുസ്തകം ലഭിച്ചത് മഹാന്മാരായ 4 പ്രവാചകന്മാർക്ക്. 4+4 8 പേര് മാത്രമാണ് പുസ്തകവുമായി സമൂഹത്തിലേക്ക് വന്നത്. അല്ലാഹു തആല മാനവരാശിയെ തന്നെ സംസ്കാരമുള്ളവരാക്കാൻ ഇറക്കിയ പുസ്തകം 8 എണ്ണമാണ്. 100 ഏടും 4 കിതാബും. 1,24,000-ൽ പരം പ്രവാചകൻ വന്നപ്പോ സംസ്കാരമുള്ളവരാക്കാൻ പുസ്തകമല്ല, മറിച്ച് മാതൃകായോഗ്യരായ മനുഷ്യരാണ് ആവശ്യം എന്ന് അല്ലാഹു കാണിച്ചിട്ടുണ്ട്. ഇന്ന് CD ഇറക്കിയും പുസ്തകമിറക്കിയുമാണ് പലപ്പോഴും നമ്മൾ മനുഷ്യരെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. മനുഷ്യനെ പ്രകൃതിയോളം താഴ്ന്നവനാക്കാൻ വേണ്ടത് മാതൃകായോഗ്യരായ മനുഷ്യരാണ് എന്നതാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലക്കിന്റെ ലോകത്തുള്ള ശാസ്ത്ര പഠനത്തിനപ്പുറത്തേക്ക് ഇഖ്റ വറബ്ബുക്കൽ അക്രമിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലാഹു പറഞ്ഞയച്ചത് പ്രവാചകന്മാരുടെ കയ്യിൽ പുസ്തകവുമായിട്ടാണ്. വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ്. എല്ലാ പ്രവാചകന്മാരോടൊപ്പവും പുസ്തകമുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. 4 കിതാബ് മാത്രം കേട്ടവർ, 100 ഏട് മാത്രം കേട്ടവരാണ് നമ്മളൊക്കെ. പക്ഷെ നബിമാരോടൊപ്പം പുസ്തകമുണ്ടായിരുന്നു. പുസ്തകം വിജ്ഞാനത്തിന്റെ പ്രതീകമാണ്. വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ് വൽ മീസാൻ. നബിമാരോടൊപ്പം അല്ലാഹു തുലാസ് കൂടി നൽകിയിരുന്നു. ഇനി പറയാനുള്ളത്, നബിമാരോടൊപ്പം അല്ലാഹു ഇരുമ്പ് കൂടി നൽകിയിരുന്നു. ആകെ ഒരു നബിയാണ് ഇരുമ്പുള്ള നബി, സയ്യിദനാ ദാവൂദ് അലൈഹിസ്സലാം. ആകെ 4 നബിമാരാണ് കിതാബുള്ള നബിമാർ. എന്നാൽ ഒരൊറ്റ നബിയെയും നമ്മൾ കാണുന്നില്ല തുലാസുമായി നാട്ടിലേക്ക് വന്നത്. നമ്മുടെ നാട്ടിൽ UDF-ഉം LDF-ഉം അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുന്ന ചിഹ്നമാണ് തുലാസ്. സത്യത്തിൽ UDF-കാരന്റെ കയ്യിലും LDF-കാരന്റെ കയ്യിലും ഉണ്ടാകേണ്ടത് തുലാസു തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കോടതി ചിഹ്നമായി സ്വീകരിച്ചത് തുലാസാണ്. നബിമാരുടെ കയ്യിൽ സമൂഹത്തെ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് തുലാസാണ് എന്നാണ്. തുലാസ് നീതിയുടെ ചിഹ്നമാണ്. ഈ തുലാസിനെ ഞാൻ പ്രകൃതിയുടെ വരദാനമെന്നും അതിന്റെ ആത്മപ്പൊരുളെന്നും അതിന്റെ അന്തചൈതന്യമെന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നബിമാർ സമൂഹത്തെ വിജ്ഞരാക്കി. ഒപ്പം അവർക്ക് ഇരുമ്പ് നൽകി എന്നതിന്റെ വിവക്ഷ മാൻ പവറാണെന്ന്, മനുഷ്യ സംഘബോധത്തെ സൃഷ്ടിച്ചതാണെന്ന് മുഴുവൻ മുഫസ്സിറുകളും പറയുന്നു. ഇരുമ്പൊരു പ്രതീകമാണ്, ശക്തിയുടെ പ്രതീകം. തുലാസ് ഒരു പ്രതീകമാണ്, നീതിയുടെ പ്രതീകം. പുസ്തകം ഒരു പ്രതീകമാണ്, വിജ്ഞാനത്തിന്റെ പ്രതീകം. നബിമാർ ഈ പ്രതീകങ്ങളുമായി വന്നവരാണ്. അഥവാ പുസ്തകമുണ്ടായിരുന്നു, നീതിയുണ്ടായിരുന്നു, സംഘബോധവും ഉണ്ടായിരുന്നു. അറിവും നീതിബോധവും സംഘബോധവുമാണ് നബിമാർ സമൂഹത്തെ സമുദ്ധരിക്കാൻ ഉപയോഗിച്ചത്. ഇന്ന് യഥാർത്ഥത്തിൽ അറിവുണ്ട് പടിഞ്ഞാറ്, സംസ്കാരമുണ്ട് കിഴക്ക്, സംഘബോധം കിഴക്കുണ്ട്, പടിഞ്ഞാറ് വിവരവുമുണ്ട്. അഥവാ പുസ്തകം പടിഞ്ഞാറെത്തിയിട്ടുണ്ട്, കിഴക്ക് നന്നായി ഇരുമ്പുമുണ്ട്. പടിഞ്ഞാറ് പുസ്തകമുണ്ടായിട്ട് അതോടൊപ്പം സംഘബോധവും ഉണ്ടായപ്പോൾ സംഭവിച്ചത് തുലാസ് നഷ്ടമായതാണ്. സാധാരണ സിവിലിയന്മാർ റോട്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവരെ ബോംബെറിഞ്ഞു കൊല്ലുന്നത് കയ്യിൽ തുലാസില്ലാഞ്ഞിട്ടാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളിലെ അറേബ്യൻ രാജാക്കന്മാർ അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്, എന്നാൽ തുലാസുമുണ്ട്, ഇല്ലാത്തത് ഇരുമ്പാണ്. അറേബ്യൻ രാജ്യത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ പടിഞ്ഞാറ് നമ്മൾ കാണുന്നത് അവരുടെ കയ്യിൽ നന്നായി ഇരുമ്പുമുണ്ട്, പുസ്തകവുമുണ്ട്. പടിഞ്ഞാറ് കയ്യിലില്ലാത്തത് തുലാസാണ്. തുലാസ് കയ്യിലുണ്ടാവുക എന്നതാണ് എന്റെ പ്രമേയത്തിന്റെ ചുരുക്കം. ഈ മീസാനിനെ ഞാൻ വിശുദ്ധ ഖുർആനിന്റെ ആത്മഭാഷയിൽ ഇങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു: സിബ്ഗത്തുള്ള, സുന്നത്തുള്ള, ഫിത്രത്തുള്ള. കേരളീയ ഭാഷയിൽ ഈ മീസാനിനെ ഞാൻ പ്രകൃതി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു.
ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ പ്രകൃതം മനുഷ്യപ്രകൃതമാണ്. ആ പ്രകൃതത്തിന് പരിവർത്തനം പാടില്ലെന്ന്. മനുഷ്യപ്രകൃതം എന്ന് പറയുന്നതിന് യഥാതഥ നിലനിർത്തലാണ് ആവശ്യം എന്നതാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞേക്കുക വഴി ആകെ ചെയ്തത്. പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനത്തിലേക്ക് മനുഷ്യൻ വല്ലാതെ ദാഹിച്ചു വിവശനാകുമ്പോൾ മഹാദുരന്തങ്ങൾ അത് പരിണമിക്കുന്നുവെന്നതാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. അഥവാ തുലാസ് നഷ്ടമായാൽ പ്രകൃതി താളം തെറ്റും. തുലാസ് നഷ്ടമാകുമ്പോൾ താളം തെറ്റുമെന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. പ്രകൃതി സംഭവ വികാസങ്ങളെ മുഴുവനും അള്ളാഹുവിന് പ്രണമിക്കുന്നതാണ് എന്ന് അള്ളാഹു ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നു. എല്ലാവരും ഈ കാര്യം അറിയുന്നവരായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അന്നജ്മു വശ്ശജറു യസ്ജുദാൻ. ആകാശം മുഴുവനും അള്ളാഹുവിനെ നമിക്കുന്നുണ്ട്. ഈ ഭൂമി മുഴുവനും അള്ളാഹുവിനെ നമിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹുവിൽ ലീനമാണ്. ഇനി അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ, അവന്റെ ധർമ്മം എന്താണ്? അവനോട് അള്ളാഹു പ്രത്യേകം പറയുന്നത് വസ്സമാ റഫഅഹ, ആകാശം ഉയർന്നിരിക്കുന്നു. ഖുർആനിന്റെ ശൈലി ആകാശം പറഞ്ഞാൽ ഭൂമിയെ പറയണം, ഭൂമിയെ പറഞ്ഞാൽ ആകാശം പറയും, സ്വർഗം പറഞ്ഞാൽ നരകം പറയും, രക്ഷ പറഞ്ഞാൽ ശിക്ഷ പറയും, ആണിനെ പറഞ്ഞാൽ പെണ്ണിനെ പറയും, പകലു പറഞ്ഞാൽ രാത്രിയെ പറയും. മിന്നായം പോയ ആശയങ്ങൾ ഇങ്ങനെ മിന്നിമറയും. വസ്സമാ റഫഅഹ, ആകാശം ഉയർന്നിരിക്കുന്നു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയാനുള്ളത് വൽ അർള വളഅഹ ലിൽ അനാം, ഭൂമി മനുഷ്യർക്കായി സംവിധാനിച്ചിരിക്കുന്നുവെന്നാണ്. മനുഷ്യനായി സംവിധാനിച്ച ഈ ഭൂമിയെയും ആകാശത്തെയും പറയുന്നതിനിടയിലാണ് അള്ളാഹു മീസാൻ പറഞ്ഞത്. ആകാശത്തിന്റെ ചോട്ടിൽ ഏതാണ് ഈ തുലാസ്? ഈ തുലാസ് നഷ്ടമാകാതെ, അതിന് പോറലേൽക്കാതെ, അതിന് കുഴപ്പമില്ലാതെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ട ഏക ജന്തു ഭൂമിയിലെ ഉത്കൃഷ്ടനായ മനുഷ്യന്. തുലാസിന് കുഴപ്പം വരുത്താതെ ജീവിക്കേണ്ട ബാധ്യത ഉത്കൃഷ്ടനായ മനുഷ്യനാണ്. കാട്ടിൽ ആദിവാസിയുണ്ട്. കാട്ടിൽ പോയി മാനിനെയും കുരങ്ങനെയും മയിലിനെയും ഒക്കെ കണ്ടുപോരുമ്പോ കൂട്ടത്തിൽ ആദിവാസിയെ കണ്ടാൽ കാടിന്റെ സൗന്ദര്യത്തിൽ ആദിവാസിയും കൂടി ചേർക്കാനാകും. ആദിവാസിയില്ലാത്ത കാട് മയിലും മാനും കുരങ്ങും കാണാത്ത കാട് പോലെ സൗന്ദര്യമില്ലാത്ത ഒരു കാടാകും. കാടിന്റെ സൗന്ദര്യത്തിൽ ചേർന്ന് നിൽക്കുകയാണ് ആദിവാസി. പക്ഷെ നഗരവാസി കാട്ടിലെത്തിയാൽ ആ കാട് തന്നെ അന്യമായി പോകും. കാട് പട്ടണമായി തീർന്നാൽ പിന്നെ കാടിന്റെ സൗന്ദര്യം ഉണ്ടാകൂല. യഥാർത്ഥത്തിൽ തുലാസ് പിടിച്ചു കാട്ടിൽ ജീവിക്കുകയാണ് ആദിവാസി ചെയ്തത്. എന്നാൽ കാട്ടിലേക്ക് പട്ടണവാസി ചെന്നപ്പോ അവന്റെ കയ്യിൽ തുലാസ് നഷ്ടമാവുകയാണ് ചെയ്തത്. 20ഓളം 40ഓളം കുന്നുകൾ കേരളത്തിൽ ഇല്ലാതായി എന്ന്. ചെറിയ മലകൾ കേരളത്തിൽ നിന്നില്ലാതായപ്പോ 20ഓളം ചെറിയ ജീവികളില്ലാതായി എന്നാണ് സാങ്കേതികമായി ശാസ്ത്ര ബോധം നമുക്ക് നൽകുന്നത്. പ്രകൃതി ആസകലം ഇങ്ങനെ JCB ആയി വരാം, ചിലപ്പോൾ കുന്നുകൾ ഇടിക്കലായി വരാം, മഹാസ്വാർത്ഥതയായി വരാം. പ്രകൃതിയുടെ താളം, ആവാസ വ്യവസ്ഥിതിയെ തെറ്റിക്കുന്നത് കയ്യിൽ തുലാസില്ലാത്ത മനുഷ്യരാണ്. തുലാസ് കയ്യിലുണ്ടെങ്കിൽ പ്രകൃതിക്കൊരു ദുരന്തവും ഉണ്ടാകില്ല. കിണറ് താഴുന്നുവെന്ന്, തിരയിളകുന്നുവെന്ന്, സമുദ്രം കത്തുന്നുവെന്ന്, ചൂട് കൂടുന്നുവെന്ന്, വല്ലാതെ ആവാസ വ്യവസ്ഥിതി തകരുന്നുവെന്ന്, കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന്, ഭക്ഷ്യയോഗ്യമായ സാഹചര്യം പോലും നഷ്ടമാകുന്നുവെന്ന്, മനുഷ്യർക്കാവശ്യത്തിന് ഭക്ഷണങ്ങൾ പ്രകൃതിയിൽ ഇല്ലാതെയായി തീരുന്നുവെന്ന്, ഒട്ടനവധി പരിഭവങ്ങൾക്കിടയിൽ ആലോചിക്കേണ്ടത് ഈ തുലാസ് എവിടെ നിന്നാണ് താളം തെറ്റിയത്. വവളഅൽ മീസാൻ, തുലാസ് അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തഖ്സിറുൽ മീസാൻ. ഈ തുലാസിന് ഭംഗം വരരുത്. തുലാസ് സംരക്ഷിക്കേണ്ട ബാധ്യത പ്രകൃതിയിൽ ഇതര ജന്തുജാലങ്ങൾക്കല്ല, ഉത്കൃഷ്ടനായ മനുഷ്യനാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, പ്രവാചകന്മാർ വരുമ്പോൾ അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്, അവരുടെ കയ്യിൽ തുലാസുണ്ട്, അവരുടെ കയ്യിൽ ഇരുമ്പുമുണ്ട്. തുലാസ് നഷ്ടമാവുക എന്നത് ഫിത്രത്ത് നഷ്ടപ്പെടുക എന്നതാണ്. തുലാസ് നഷ്ടമാവുക എന്നത് സിബ്ഗത്ത് നഷ്ടപ്പെടലാണ്. തുലാസ് നഷ്ടമാവുക എന്നത് വലൻ തജ്ദ ലിസുന്നത്തില്ലാഹി തബ്ദീല, സുന്നത്ത് നഷ്ടമാവുക എന്നതാണ്. അഥവാ മനുഷ്യൻ അവന്റെ സുന്നത്തുകളെ, ചര്യകളെ, പ്രകൃതങ്ങളെ, ജീവിതോപാധികളെ
ചൂഷണ രംഗമായി മാറ്റുമ്പോഴാണ് പ്രകൃതിയിൽ തുലാസ് നശിക്കുന്നത്. ഈ തുലാസിനെയാണ് ഞാൻ പ്രകൃതി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തുലാസിനെ തന്നെയാണ് ആവാസ വ്യവസ്ഥിതി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വച്ഛമായ ഈ പ്രകൃതത്തെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് നിലപാടിലൂടെ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഞാനിനി ഈ കാര്യത്തെ വളരെ വ്യക്തമായി രണ്ടു ചേരുവകളിലേക്ക് കൊണ്ടുപോകുന്നു. നാട്ടിൽ ഹരിതാപ സൗന്ദര്യത്തെ നിലനിർത്താൻ സൈലന്റ് വാലിയെക്കുറിച്ച് പാടാൻ, അങ്ങനെ തന്നെ പറയാൻ ധാരാളം പ്രകൃതി സ്നേഹികളുണ്ട്. ജന്തുജാലങ്ങളെ സ്നേഹിക്കുന്നവരായി, സസ്യലതാദികളെ സ്നേഹിക്കുന്നവരായി, ആകാശങ്ങളെ സ്നേഹിക്കുന്നവരായി, ഭൂമിയെ സ്നേഹിക്കുന്നവരായി ഇഷ്ടംപോലെ ഇത്തരം കൂലിയെഴുത്തുകാർ വളരെ ഭംഗിയായി അതൊക്കെ സുന്ദരമായി അവതരിപ്പിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ മുസ്ലിമിനിവിടെ ഒരു നിലപാടുമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിലും പ്രകൃതിയിലെ കൊച്ചു പ്രാണികളുടെ സംരക്ഷണത്തിലും ജീവജാലങ്ങളുടെ സംരക്ഷണത്തിലും ജൈവമണ്ഡലങ്ങളിലെ വ്യതിയാനങ്ങളിലും ആവാസ വ്യവസ്ഥയുടെ വ്യതിയാനങ്ങളിലും മുസ്ലിമിന് നിലപാടില്ല എന്ന് തോന്നിപ്പോയെങ്കിൽ ആലോചിക്കാനുള്ളത് മുസ്ലിം ധർമ്മമായി ഏറ്റെടുക്കേണ്ടതാണ് ഈ തുലാസ്. അവന്റെ ജീവിതത്തെയും ബോധത്തെയും സാഹചര്യത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും പ്രകൃതത്തെയുമാണ് ഇത് കാണിച്ചു തരുന്നത്. ഒരു ഋഷീശ്വരന്മാരും ഒരു സന്യാസിമാരും ഒരു സൂഫിമാരും ഒരു മഹത്തുക്കളും ഈ തുലാസിന് ഭംഗം വരുന്ന ജീവിത രീതി ആവിഷ്കരിച്ചതേയില്ല. ഞാൻ കുറച്ചുകൂടി കയറി പറയാൻ ആഗ്രഹിക്കുന്നത്, കടയിലേക്ക് ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോൾ കീശയിൽ പൈസ അല്ല വേണ്ടത്, പകരം മനസ്സിൽ തുലാസാണ്. വീടിന് പ്ലാന് വാങ്ങാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് എന്നതല്ല, പകരം വീട് വയ്ക്കാൻ തുനിയുന്നവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് തുലാസാണ്. വാച്ചാകാം, വസ്ത്രമാകാം, ഭവനമാകാം, ചെരുപ്പാകാം, വീടാകാം, ഭക്ഷണമാകാം, ഇതിലെല്ലാം ഒരു സംസ്കാരമുണ്ട്. അതിന്റെ പേരാണ് തുലാസ്. അത് താളം തെറ്റിയാൽ അവന്റെ പ്രകൃതമാണ് താളം തെറ്റുന്നത്. ഈ പ്രകൃതത്തെ പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിക്കാനായി കടന്നുവന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി ആലോചിക്കാനുള്ളത്, അതുകൊണ്ട് അവർ എന്തെല്ലാം കാണിച്ചുവെന്ന്. സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിത പ്രകൃതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വായന നമുക്ക് നടത്താം കേരളീയ പശ്ചാത്തലത്തിലിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവൽ എഴുതിയത്. ഭൂമിയുടെ അവകാശികളിൽ പാത്തുമ്മ ഒരു പ്രത്യേക കഥാപാത്രം തന്നെയാണ്. പാത്തുമ്മ 10 സെന്റ് രജിസ്റ്റർ ചെയ്തപ്പോ ബഷീറിനോട് പരിതപിക്കുന്നത്, ഇവിടെ ഇതാ പാറ്റ, കൂറ, ഞണ്ട്, എലി, തേള്, പല്ലി, ചേര, പാമ്പ് തുടങ്ങിയ എല്ലാ സാധനവും ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, ഇവരെന്തിനാ എവിടെ പാർക്കണത് എന്നാണ് പാത്തുമ്മന്റെ പരിഭവം. ബഷീർ അപ്പോൾ മറുപടി പറയുന്നത്, അതും കൂടി കൂട്ടിയാണ് വാങ്ങിയത് എന്നാണ്. ഈ കൂറയും പാച്ചയും എല്ലാം കൂടി കൂട്ടിയാണ് 10 സെന്റ് വാങ്ങിയത്. ചുരുക്കത്തിൽ ഭൂമിയുടെ അവകാശികളാണ്. അട്ട കടിക്കുമ്പോ നോവലിന്റെ ഇതിവൃത്തത്തിൽ സാഹിത്യകാരൻ വളരെ മനോഹരമായി പാത്തുമ്മന്റെ തൊടയിലാണ് അട്ട കടിക്കുന്നത്. ചിലരൊക്കെ ഈ പാത്തുമ്മന്റെ ആട് വായിച്ചപ്പോ തൊടയിൽ നിന്നു എന്നതാണ് കുഴപ്പമായത്. ചിലർക്ക് അങ്ങനെയാണ് ബഷീറിനെ കാണാനായത്. എന്നാൽ കടിക്കല്ലേ അട്ട, മനുഷ്യനെ കടിക്കാണോ എന്ന് ചോദിച്ചിട്ട് ഈ അട്ടനെ കൊണ്ടുപോയി വെള്ളത്തിലാണ് ഇടുന്നത്. വെള്ളത്തിലിട്ടപ്പോ ഒരു വിരാലാണ് വന്ന് അട്ടയെ വെട്ടിവിഴുങ്ങുന്നത്. ഈ മനുഷ്യനെ തിന്നാള എന്ന് വിരാലിനോട് സ്നേഹം, കടിച്ചട്ടയോട് സ്നേഹം, എന്നാൽ ഈ ആടിനോട് സ്നേഹം, ഒടിച്ചുകൊടുത്ത ഇലയോട് സ്നേഹം. റഹ്മാനും റഹീമുമായ റബ്ബിന്റെ, റഹ്മത്തുല്ലിൽ ആലമീനായ നബിയുടെ റഹ്മത്തിന്റെ പ്രകൃതത്തെ ജീവിതത്തിൽ ഒരു ഇതിവൃത്തമാക്കുന്ന ബഷീറിൽ നിന്നാണ് പ്രകൃതിയുടെ പാഠങ്ങൾ ആദ്യമായി നമുക്ക് കേരളീയ പശ്ചാത്തലത്തിൽ വായിക്കാൻ ലഭിച്ചു തുടങ്ങിയത്. അന്നാണ് എം.എൻ. വിജയൻ ഇങ്ങനെ എഴുതിയത്, ചിലരെല്ലാം പേനയെടുക്കും. ഞാൻ പേനയെടുത്തപ്പോ വാക്കുകളുടെ പിന്നാലെ കരഞ്ഞു ചെന്നു ഒരു വാക്ക് കിട്ടാൻ എന്റെ നോവൽ പൂർത്തിയാക്കാൻ. എന്നാൽ ബഷീർ പേനയെടുത്തപ്പോ വാക്കുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കരഞ്ഞു ചെന്നു, ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന്. പേനയെടുക്കുമ്പോ എങ്ങനെ ഒഴുകുന്ന മഹാകഥകളാകുന്നത് ബഷീറിൽ എങ്ങനെയാണെന്ന്. എല്ലാ മൂട്ടയും വീഴ്ചയുമെല്ലാം തന്റെ ജീവിതത്തിന്റെ പ്രകൃതമായി പരിണമിച്ചപ്പോ പ്രകൃതിക്കിണങ്ങുന്ന മനോഹരമായ കഥാകാരനായതുകൊണ്ടാണ് ബഷീർ ജനപ്രിയനായി തീർന്നത്. ഈ വായനയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രകൃതി സ്നേഹത്തോളമുള്ള യാത്ര. ജയറാനിലേക്ക് ചെന്നപ്പോ ഹരിതാപമായ പ്രദേശം കണ്ടപ്പോ
ഈ ഹരിതാപമായ പ്രദേശത്ത് ഉമ്മ വെക്കാൻ കൊതിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പച്ച പുൽമേട്ടിലാണ് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് സുജൂദ് ചെയ്യുന്നത്. ഇനി ആലോചിക്കാനുള്ളത് 5 നേരങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിന്റെ പേരിൽ ഈ മണ്ണിനെ ചുംബിച്ചെഴുന്നേൽക്കുന്ന മാപ്പിളപ്പാരെ പോലെ മറ്റു മതസമൂഹം ആരുണ്ട്? ഇറങ്ങിപ്പോകാൻ പാകിസ്ഥാനിലേക്ക് നിരന്തരം ആക്രോശിക്കുന്നതിന് മുമ്പ് നമ്മെപ്പോലെ ഈ മണ്ണിനെ ചുംബിച്ചെഴുന്നേൽച്ച മനുഷ്യരാരാണ് ഈ നാട്ടിലുള്ളത് എന്നാണ് ഈ ലോകത്തോട് ചോദിക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള പരമമായ ആരാധന അതാണല്ലോ സുജൂദ്. അഖറബുമായ യകൂനുൽ അബ്ദു ഇൻദ റബ്ബി ഫഹുവ സുജൂദ്. ആ പരമമായ ആരാധനയുടെ പാരമ്യം മണ്ണിനെ ചുംബിക്കലാണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൽ അള്ളാഹുവിനെ കാണിച്ചതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മണ്ണിനെ ചുംബിക്കുന്ന മനുഷ്യരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭാരതം മാതാവാണ് എന്നതല്ല, അത് നിങ്ങൾ അതിരുകെട്ടി നിശ്ചയിച്ചു കളഞ്ഞതാണ്. എന്നാൽ ഇഹ്ഫദുൽ അർള് ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമിയെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങളുടെ മാതാവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതൃ തലത്തിൽ നിന്നാണ് ഭൂമിയെ കാണേണ്ടതെന്നും ആ പ്രകൃതം തന്റെ ജീവിതത്തിന്റെ പ്രകൃതമായി സൂക്ഷിക്കണമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലം എന്നത് മാസിവൽ ബാരി തആല, അല്ലാഹു അല്ലാത്ത എല്ലാം ആണല്ലോ ആലം. അപ്പോൾ ആലമിന്റെ റഹ്മത്താകുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അബൂജഹലിനോട് റഹ്മത്താകണം, പിശാചിനോടും റഹ്മത്താകണം, എങ്കിലേ റഹ്മത്തുൽ ലിൽ ആലമീൻ പൂർത്തിയാകൂ എന്ന് നമ്മോട് വിശദീകരിക്കുന്നുണ്ടല്ലോ ഉലമാക്കൾ. അബൂജഹലിനോട് റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ, സാത്താനോട് റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. ആലമിനോട് റഹ്മത്താകുന്ന ഈ പ്രകൃതത്തെ മനോഹരമായി അവതരിപ്പിച്ച വരിയാണ് സിബ്ഗത്തുല്ലാ ഫിത്രത്തുല്ലാ. ചായം എന്നാണ് ഉസ്താദന്മാർ നമുക്ക് പറഞ്ഞത്, അള്ളാഹുവിന്റെ ചായം. പടച്ചവന് രൂപമില്ല എന്ന് നമുക്കൊക്കെ അറിയാം, പിന്നെ പടച്ചോന്റെ നിറമേതാ? നിറമില്ലാത്ത പടച്ചോന്റെ വർണ്ണമാണ് പറയുന്നത്. ഏതാണ് ഈ പടച്ചോന്റെ വർണ്ണം? അത് പ്രകൃതിയുടെ വർണ്ണമാണ്, വൈവിധ്യമാണ് പ്രകൃതിയുടെ വർണ്ണം. ആലോചിക്കാനുള്ളത്, വൈകല്യമുള്ളവൻ നാട്ടിലുണ്ട്, വിരൂപി നാട്ടിലുണ്ട്, ധനികൻ നാട്ടിലുണ്ട്, ദരിദ്രൻ നാട്ടിലുണ്ട്, ആകാര സൗഷ്ഠമുള്ളവൻ നാട്ടിലുണ്ട്, എന്നാൽ അംഗപരിമിതൻ നാട്ടിലുണ്ട്. മറുതലത്തിൽ ബലവാനുണ്ട്, അപ്പുറത്ത് ദുർബലനുണ്ട്. ഇനി മനുഷ്യപ്രകൃതം ചെയ്യേണ്ടത് ഇതിനിടയിൽ പാരസ്പര്യം തീർക്കലാണ്. ദരിദ്രനിലേക്ക് ധനികനെത്തണം, വിരൂപിയിലേക്ക് സൗന്ദര്യവാനെത്തണം, അംഗപരിമിതന് ആകാര സൗഷ്ഠമുള്ളവനെത്തണം. ഇതിനിടയിൽ പാരസ്പര്യം തീർക്കുന്ന പ്രകൃതക്കാരനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാരസ്പര്യം തീർക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. ആ പാരസ്പര്യത്തെയാണ് മീസാൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് പ്രകൃതിയുടെ മതമാകാനുള്ള കാരണം. അദ്ദീനു യുസ്റുൻ വലാ ഉസ്റുൻ ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറാ. ദീൻ വളരെ ലളിതമാണ്, ലാളിത്യബോധം നൽകാനാണ് എന്നെ നിയോഗിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലാ തഖ്തുലുൽ ഉസ്ഫൂറ ഫഇന്ന നഖീഖഹാ തസ്ബീഹുൻ. കുരുവിയെ കൊല്ലരുത്, അതിന്റെ ശബ്ദം തസ്ബീഹാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞതിലേക്ക് വരുന്നു, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വൻ-നജ്മു വശ്-ശജറു യസ്ജുദാൻ വസ്-സമാഅ റഫഅഹ. ഇതാ ഉയർന്നു കിടക്കുന്നു ആകാശം, വൽ അർള വളഅഹ, മനുഷ്യനായി ഭൂമി ഇതാ സംവിധാനിച്ചിരിക്കുന്നു. ഉയർന്നു കിടക്കുന്ന ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവന്റെ കയ്യിലുണ്ടാകേണ്ടത് മീസാനാണ്. ഇതിനെ വ്യക്തമായി മറുതലക്കൽ സൂറത്തുൽ ഹദീദിന്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വലഖദ് അർസൽനാ റുസലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. എന്തിനാണ് തുലാസ് അല്ലാഹു തആല നബിമാരുടെ കയ്യിൽ കൊടുത്തത്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. പ്രകൃതം എന്ന് നിങ്ങൾക്ക് വിളിക്കാവുന്ന ഭാഷയിൽ ഖിസ്ത് എന്നതിനെ ഞാൻ ഭാഷാന്തരം ചെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തെ നീതിയോടെ നിർവഹിപ്പാനാണ് അല്ലാഹു തആല നബിമാരുടെ കയ്യിൽ തുലാസ് കൊടുത്തയച്ചത്. നീതിപൂർവം ഈ പ്രപഞ്ചം നിലനിൽക്കണം. മനുഷ്യൻ മാത്രം പോരാ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, സിൽം എന്ന പദത്തിൽ നിന്നാണ് മുസ്ലിം ഉണ്ടായത്. സിൽക്ക് എന്ന അറബിയിൽ പറഞ്ഞാൽ ഋജുവായി നിൽക്കുന്ന കമ്പി ആണല്ലോ സിൽക്ക് എന്ന അറബിയിൽ പറയുക. നേരെ നിൽക്കുന്ന ലൈൻ കമ്പി അത് സിൽക്കാണ്. സിൽമ് എന്ന
ആ ഭാഷയുടെ അർത്ഥം, അതിൽ നിന്നാണല്ലോ മുസ്ലിം ഉണ്ടാകുന്നത്. സിൽം എന്നാൽ പ്രകൃതി അനുസരിക്കുക എന്നാണ്. തെങ്ങിൽ തേങ്ങയുണ്ടാകുമ്പോൾ അത് നാട്ടിലെ പോലീസിനെയും പട്ടാളത്തെയും കോടതിയെയും പേടിച്ചിട്ടല്ല തെങ്ങിൽ തേങ്ങ കായ്ച്ചത്. നാട്ടിലെ പോലീസിനെ പേടിച്ചിട്ടല്ല കമുകിൽ അടക്കയുണ്ടായത്. ആപ്പിൾ മരത്തിൽ ആപ്പിൾ തന്നെ കായ്ക്കുമ്പോൾ, കമുകിൽ അടക്ക തന്നെ കായ്ക്കുമ്പോൾ, തെങ്ങിൽ തേങ്ങ തന്നെ കായ്ക്കുമ്പോൾ അത് പ്രകൃതി അനുസരിക്കുകയാണ്. അതിന്റെ പേരാണ് മുസ്ലിം. നമ്മളിരുന്ന് ആലോചിക്കേണ്ടത് പ്രകൃതി ആസകലം മുസ്ലിമാണ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ അതതിന്റെ പ്രകൃതിയായുള്ള അനുസരണമാണ്. പൗർണമി 14 ഉണ്ടാകുമ്പോൾ അത് പ്രകൃതി അനുസരിക്കുകയാണ്. എന്നാൽ ഇണചേർന്ന് ഒടുക്കം മുട്ട വിരിഞ്ഞ് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അതിനെ കൊത്തിപ്പിരിഞ്ഞ് വീണ്ടും അടുത്ത മുട്ടയിടാൻ സമയമാകുമ്പോ പിടക്കോടി ഏങ്ങലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആലോചിക്കണം, പ്രകൃതി അതതിന്റെ ധർമ്മം നിർവഹിക്കുകയാണ്. നാടൻ ചൊല്ലുണ്ട് നാട്ടിൽ, കന്നിമാസത്തിലെ നായ്ക്കളെന്ന്. തൽക്കാലത്തേക്ക് എന്നെ പറയാൻ ഈ സദസ് അനുവദിക്കുക. കലണ്ടർ നോക്കിയല്ല നായ്ക്കൾ വന്നത്, പകരം പ്രകൃതി അതതിന്റെ ധർമ്മം നിർവഹിക്കുകയാണ്. പ്രകൃതത്തിന്റെ പ്രകൃതത്തെയാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രകൃതത്തെയാണ് ഈ മീസാൻ, സിബ്ഗത്ത്, ഫിത്രത്ത് എന്നൊക്കെ വിളിച്ചത്. അത് നിലനിന്ന് കാണുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ചെയ്തത്. അതുകൊണ്ടാണ് പുസ്തകത്തോടൊപ്പം അവർക്ക് തുലാസ് കൊടുത്തയച്ചത്. ഇന്ന് മനുഷ്യൻ തുലാസ് നഷ്ടമായി പുസ്തകത്തെക്കുറിച്ച് വല്ലാത്ത വായന നടക്കുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, നല്ല IT ബിരുദധാരി നാട്ടിലുണ്ട്. ഇനി അവന്റെ ലക്ഷ്യം അടുത്ത തലമുറയുടെ കൂടി വെള്ളം എങ്ങനെ ചൂഷണം ചെയ്യാമെന്നതാണ്. ഒരു നല്ല എഞ്ചിനീയർ നാട്ടിലുണ്ട്. അമ്പരചുംബിതമായ കെട്ടിടമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അതിൽ തനിക്കെന്തു നേട്ടമെന്നാണ്. അടുത്ത തലമുറയുടെ വായുവും വെള്ളവും ഇന്നു തന്നെ ചൂഷണം ചെയ്ത് കച്ചവടമാക്കുമ്പോൾ അവന്റെ കയ്യിൽ പുസ്തകമുണ്ട്, തുലാസില്ല എന്ന് ചുരുക്കം. സത്യത്തിൽ വിദ്യാഭ്യാസത്തെ തന്നെ നമ്മളിരുന്ന് ആലോചിക്കേണ്ടത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നതിൽ വിദ്യാഭ്യാസം നിന്നാൽ നാട് കുട്ടിച്ചോറാക്കും. ശാസ്ത്ര സാങ്കേതിക പഠനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്ത് വലിയ ആളായി പരിണമിച്ചാൽ രണ്ടാമത്തെ ഇഖ്റ വന്നിട്ടില്ലെങ്കിൽ മഹാ ആപത്തായനെ. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അള്ളാഹു മാന്യനാണ്, പഠിക്കാനിരിക്കുന്നവൻ മാന്യനാകണം. മാന്യന്റെ ഏർപ്പാടാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് മാന്യതയുള്ള പഠനക്കാരൻ അള്ളാഹു അറിയാത്തത് പഠിപ്പിച്ചു കൊടുക്കും. ഇനി വേണ്ടത് ഈ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നിന്ന് കയ്യിൽ തുലാസ്യന്തിയ ഒരു ഡോക്ടറെ കിട്ടണം, എഞ്ചിനീയറെ കിട്ടണം. കയ്യിൽ തുലാസ്യന്തിയ ഭരണാധിപനെ കിട്ടണം. കയ്യിൽ തുലാസുള്ള ന്യായാധിപനെ കിട്ടണം. കയ്യിൽ തുലാസ്യന്തിയ മറ്റു മനുഷ്യരെ കിട്ടണം. ഇതാണ് പ്രകൃതി നമ്മോട് തേടുന്നത്. ഇതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ വവളഅൽ മീസാൻ അല്ലാ തതഉ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ വൽ അർള. ആ വാവ് ഹാലിയാണ് എന്ന് മുഫസ്സിറുകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആലോചിക്കുക, വൽ അർള, അങ്ങനെ ഒരു അവസ്ഥയിൽ ഭൂമി, വളഅഹ അതിനെ സംവിധാനിച്ചിരിക്കുന്നു, ലിൽ അനാം മനുഷ്യർക്ക്. ആ അവസ്ഥയില്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാനൊക്കൂല എന്നതല്ലേ ആ വാവ് നമ്മോട് പറയുന്നത്. വൽ അർള വളഅഹ ലിൽ അനാം. ഈ വാവ് മതി യഥാർത്ഥത്തിൽ പ്രകൃതിയെ മുഴുവനും പ്രകാശിപ്പിക്കാൻ. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ നിലപാട് അല്ലെങ്കിൽ മുസ്ലിമിന്റെ നിലപാട് പറയാൻ ആ വാവ് മതി. തുലാസില്ലാത്ത സാഹചര്യത്തിൽ ഭൂമി വാസയോഗ്യമല്ല. എവിടെ നിന്നാണ് ഭൂമിക്ക് ഇത്രമേൽ പോറലേറ്റത്? എവിടെ നിന്നാണ് ഭൂമി ഇത്രമേൽ പരിതാപകരമായ അവസ്ഥ വന്നത്? എന്തുകൊണ്ട് ഓസോൺ പാളികൾക്ക് വിള്ളൽ വന്നത്? ജൈവമണ്ഡലങ്ങൾ തകർന്നുപോയത്? എന്തുകൊണ്ടാണ് ജനിതക സസ്യങ്ങൾ പോലും? വളരെ രസകരമായ സംഭവം നമ്മുടെ നാട്ടിലിപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൈകൾ, നന്നായി ഫ്രൂട്ട്സ് കഴിക്കും. പക്ഷേ ആ കായകളിലൊന്നും അതിനെ വളർത്താൻ പോന്ന ഒരു വിത്തുമുണ്ടാകാത്ത വിധം അതിന്റെ പേറ്റന്റ് ആരാണ് കൊണ്ടുപോയത്? വലിയ വണ്ണുള്ള വലിയ കായ്കളുണ്ടാകും, പക്ഷേ വളർത്താൻ പോന്ന വിത്ത് അതിനകത്ത് വരാത്ത വിധം ഇതിന്റെ പേറ്റന്റ് പോലും ആരാണ് കൊണ്ടുപോകുന്നത്? ഇത്രമേൽ വ്യവസ്ഥിതിയെ തകർക്കുന്ന പ്രകൃതങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതുകൂടി പറഞ്ഞ് ഞാൻ ഈ ആശയത്തിന് വിരാമിട്ടാണ്. ചുരുക്കത്തിൽ അതിതാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സമരമുഖങ്ങളിൽ നീതിക്ക് വേണ്ടിയാണല്ലോ യുദ്ധങ്ങൾ പോലും ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമരമുഖങ്ങളിൽ പോലും പ്രകൃതിയുടെ പ്രകൃതത്തെ സംരക്ഷിക്കുന്നവരുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുന്നുണ്ട്. അത്തക്കാഫുലുൽ ഇജ്തിമാഇയ്യ, പൊതുമണ്ഡലത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ലോകപ്രശസ്തമായ മനോഹരമായൊരു ഗ്രന്ഥം എന്റെ സഹോദരങ്ങൾ നമുക്കൊക്കെ വായിക്കാൻ കിട്ടും. അതിന്റെ ഓദറുടെ പേര് ഞാൻ മറന്നു. ആ ഗ്രന്ഥത്തിൽ വളരെ രസകരമായ സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഭൂപ്രദേശങ്ങൾ ആരാണോ മുഖ്യശത്രു എന്ന് നോക്കിയില്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഖ്യശത്രുവാകുന്നിടത്ത് അവരിൽ ഏറ്റവും നല്ല കർഷകരാരോ അവരിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈബറിന്റെ യുദ്ധഭൂമി റസൂൽ തിരിച്ചു കൊടുത്തത് കാണാൻ. ഷാമിലും പേർഷ്യയിലും യുദ്ധമുണ്ടായപ്പോൾ അവിടെയുള്ള കർഷകരിലേക്ക് ഈ യുദ്ധഭൂമി തിരിച്ചു കൊടുത്തത് കാണാം. വളരെ മനോഹരമായ തണ്ണീർ തടത്തിലേക്ക് ചെന്ന് രണ്ട് കൈക്കുമ്പിളിലും വെള്ളമെടുത്തിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് ഭൂമിയിൽ പറയുന്നവന്റെ പേരാണ് മുസ്ലിം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജലഗണങ്ങളിൽ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ പ്രതീക്ഷിക്കുകയും ആ സൗന്ദര്യത്തെ ബോധപൂർവം പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിമിന്റെ തഹാറത്ത്. അല്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് തണ്ണീർ തടങ്ങൾ കയ്യിലെടുത്തിട്ടാണ് ഓരോ വിശ്വാസിയും വിളിച്ചു പറയുന്നത്. മാത്രവുമല്ല, അരുവിയിൽ നിന്ന് വുദൂ എടുക്കുമ്പോഴാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂക്ഷിക്കാൻ. അരുവിയല്ലേ എന്ന് തിരിച്ച് പ്രതികരിച്ചപ്പോ വലൗ കാന ബിനഹരിൻ ജാർ, ഒഴുകുന്ന പുഴയിലാണെങ്കിലും വുദൂ എടുക്കുമ്പോൾ 3 തന്നെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ വലിയ ആശയമാണ് ഒരിറ്റു ജലത്തോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. മാത്രവുമല്ല, പ്രവാചകരുടെ വുദൂവെടുക്കുന്ന രൂപം പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിലെ ആത്മീയ പുരുഷന്മാർ അങ്ങനെ കൊച്ചു പാത്രങ്ങളെ കൊണ്ട് കുളിക്കുകയും കൊച്ചു പാത്രങ്ങളിലെ വെള്ളം കൊണ്ട് വുദൂവെടുത്ത് തീർക്കുകയും ചെയ്തതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാര് ഈ വിരീതനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് അവർ വുദൂവെടുക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കായിരുന്നു, എത്രമേൽ നിയന്ത്രിതമാണ് വെള്ളത്തിന്. വെള്ളത്തെക്കുറിച്ച് അത്ര ബോധമുള്ള ഒരാശയം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദാ കാനത്തിസ് സഅ ഫബി അഹദികും ഫസീല ഫൽയസ്റ. നേരത്തെ അത് പറഞ്ഞാണ് എന്റെ സുഹൃത്ത് പ്രസംഗം അവസാനിപ്പിച്ചത്. അന്ത്യനാളിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കയ്യിൽ ഒരു തൈയുണ്ടെങ്കിൽ, ഒരു മരത്തുള്ളി ഉണ്ടെങ്കിൽ അത് കൃഷി ചെയ്യട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ആലോചിക്കുക, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തിൻ ത്വയ്യിബത്തിൻ കശദറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചകത്തുണ്ടെങ്കിൽ ഇരുന്ന് ചിന്തിക്കാനുള്ളത്, ഈ ജാമിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നെഞ്ചകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിന്തിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊന്നാന്തരം ഉപമ, ഒരൊന്നാന്തരം മരം പോലെയാണ്. ഈ ചൂനിക്ക് എന്നെ എത്ര പറയാനുണ്ടാകും എന്റെ കഥകളെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ചീനി ഓസ്ഫോജനയിലെ എത്ര അംഗങ്ങളോട് കുശലം പറയുന്നുണ്ടാകും എന്ന് ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. മരം ഒരു വരം എന്നാണ് സർക്കാർ നൽകുന്ന പരസ്യം. വൃശ്ചികമൊന്ന് വൃക്ഷമൊന്ന്, മരമില്ലെങ്കിൽ നരനില്ല എന്നാണ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പുതിയ ഏറ്റവും നല്ല പരസ്യം. മരം ഒരനുഗ്രഹമാണ്. എത്ര പക്ഷികൾ അവിടെ കൂടുകൂട്ടിയിട്ടുണ്ടാകും, എത്ര യാത്രികർ ഇവിടെ കീഴെ വിശ്രമിച്ചിട്ടുണ്ടാകും, എത്ര വൈപോക്കർ തണൽ കൊണ്ടിട്ടുണ്ടാകും, എത്രയോ പക്ഷികൾ അവിടെ വിശപ്പടക്കിയിട്ടുണ്ടാകും, ആർക്കൊക്കെയോ അത് ഫലങ്ങൾ നൽകിയിട്ടുണ്ടാകും, എല്ലാവർക്കും അത് ജീവവായു ഓക്സിജൻ നൽകുന്നുണ്ടാകും. മരം ഒരു വരമാണ്, മരം ഒരു മഹാ അനുഗ്രഹമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചകത്തുള്ളവൻ ഒരു മരം പോലെയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. തുഅതി ഉക്ലഹാ കുല്ല ഹീൻ, കേവലം ചീനിയല്ല, എപ്പോഴും ഫലം നൽകുന്ന മരം. എന്റെ മുമ്പിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു മരമാവുക എന്ന്, ഒരു മരമാവുക. ഞാൻ ഈ ഭാഷ വ്യർത്ഥമാക്കി എന്ന് നിങ്ങൾക്ക് തോന്നരുത്. സാധന്മാരടക്കമുള്ളവർ അഥവാ പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു മരമാവുക. അവരന് കുളിരാവുക, തണുപ്പാവുക, ഉപകാരമാവുക, സഹായിയാവുക,
ചുട്ടടക്കാൻ, വിശപ്പടക്കാൻ കഴിയുന്നത് ചെയ്യുക. അന്യന് താങ്ങും തണലും കുളിരും തണുപ്പുമാകുന്നതിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചകത്തുണ്ടെങ്കിൽ അയാളുടെ പ്രകൃതം. ഇതുകൊണ്ടാണല്ലോ ഖുർആൻ സൂചിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദാഹരണം മരം പോലെയാണ്. പ്രകൃതിയിൽ ഇത്ര ലീനനായി കിടക്കുന്നവൻ പ്രകൃതിയിലെ ഒന്നിനും ഭാരമാകില്ല. ആ ഒരു കൊച്ചു ഭൂപ്രദേശത്തെ കാണിച്ചതാണ് 2 ഹറമുകളിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ സസ്യങ്ങളെപ്പോലും പിഴുതെടുക്കരുത് ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ആലോചിക്കാനുള്ളത് ദൈവിക രാജ്യത്തിന്റെ സൗന്ദര്യമാണ് ഹറം നമ്മോട് പറയുന്നത്. പ്രകൃതിയിലെ സകലമാന വസ്തുവിനും സുരക്ഷിതത്വം അനുഭവിക്കുന്ന സൗന്ദര്യമുള്ള പ്രദേശത്തെയാണ് ഹറം എന്ന് വിളിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അകത്തുള്ള സഹോദരൻ ഒരു സസ്യത്തെയും വെറുതെ പിഴുതെടുക്കില്ല. ഒരു ജീവജാലത്തിനും തന്റെ സാന്നിധ്യം ഹാനികരമാകില്ല. അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങൾ ഉറുമ്പുകൾ മുന്നിലൂടെ നടന്നപ്പോ അയൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് റൊട്ടികൾ അവർക്ക് പിന്നിയിട്ട് കൊടുക്കുന്ന കഥ റൂമിയിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് റളിയല്ലാഹു അൻഹു. അയൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് റൊട്ടികൾക്ക്, ഈ ഉറുമ്പുകൾക്ക് റൊട്ടി പിന്നിയിട്ട് കൊടുക്കുമ്പോ ഒരു സൂഫി, ഒരു വലിയ ഏത് പ്രകൃതക്കാരനാണ് എന്ന് തിരിയുന്നു. അഥവാ കയ്യിൽ തുലാസേന്തിയവൻ ഭൂമിയിലെ സൂഫിയാണ്. കയ്യിൽ തുലാസേന്തുന്നവൻ ഭൂമിയിലെ മുസ്ലിമാണ്. കയ്യിൽ തുലാസേന്തുന്നവൻ ഈ പ്രകൃതിക്ക് ഹാനികരമല്ലാതെ ജീവിക്കുന്നവനാണ്. പ്രകൃതിയെ ഇത്രമേൽ സ്നേഹിക്കുന്ന പ്രകൃതത്തെയാണ് ഫിത്രത്തുള്ള എന്ന് വിളിക്കുന്നത്. അതാണ് പ്രകൃതിയും മുസ്ലിമും തമ്മിൽ പാരസ്പര്യത്തിലാണ്. അകറ്റാൻ കഴിയാത്ത വിധം സുന്നത്തായി കൽപ്പിച്ചു കൃഷി, സുന്നത്തായി കൽപ്പിച്ചു കച്ചവടം. ഈ 2 സുന്നത്തിനിടയിൽ ഒരാൾ ചർച്ചയ്ക്ക് വന്നു, ഏത് സുന്നത്തിനാ പ്രാധാന്യം, കച്ചവടത്തിനാണോ മുതിരേണ്ടത്, കൃഷിക്കാണോ മുതിരേണ്ടത്? അപ്പോൾ ഫിഖ്ഹിന്റെ ഉലമാക്കൾ നമ്മോട് പറയുന്നത്, ആദ്യം കൃഷി ഉണ്ടായിട്ട് വേണ്ടേ കച്ചവടം ഉണ്ടാകാൻ, ഉൽപ്പന്നം ഉണ്ടാകണ്ടേ? അതുകൊണ്ട് അസലായ സുന്നത്തായിട്ട് കൃഷിയെ കാണുക. ലാഭം കൂടുതൽ കിട്ടുന്ന സുന്നത്ത് ഒരു പക്ഷേ കച്ചവടമായിരിക്കും. മുസ്ലിങ്ങൾ കച്ചവടത്തിലേക്ക് എളുപ്പം കയറുന്നത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. ആലോചിക്കാനുള്ളത്, കൃഷി സുന്നത്താണെന്ന് പറഞ്ഞൊരു തത്വശാസ്ത്രത്തിന്റെ ആളുകളാണ് നാം. അവരന് ഉപകാരിയാകുന്ന ഈ വിധപ്രകൃതത്തെയാണ്, പ്രകൃതിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ഹ്രസ്വമായി ഇങ്ങനെ കടന്നുപോയത് സദസ്സും അരോചകമാകും വൈകിയാലെന്ന് തോന്നിയിട്ടാണ്. ഇനിയും എന്റെ സുഹൃത്ത് പൈസയുടെ പ്രസംഗിക്കാനുണ്ട്. എന്റെ നിലപാടുകൾ അഥവാ മുസ്ലിമിന്റെ നിലപാടിന്റെ രേഖീയ തലത്തെ നേർത്ത കോലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.